ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ വാർഷിക പരീക്ഷയുടെ ഒരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഓൾറെഡി ബേസിക് സയൻസിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ STD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കുക, നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന സസ്യങ്ങളുടെ ഇലകൾ വിവിധ തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചെമ്പരത്തി, തുളസി, ഏഴിലമ്പാല എന്നിവയുടെ ഇലകളുടെ ക്രമീകരണമാണ് തന്നിരിക്കുന്നത്. ചിത്രം കണ്ടല്ലോ മക്കളെ. ചോദ്യം എ. തന്നിരിക്കുന്ന സസ്യങ്ങളെ ഇലകളുടെ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. ഉചിതമായ തലക്കെട്ട് നൽകുക. കോളാമ്പി, സൂര്യകാന്തി, പേര, അരളി, മാവ്, തുമ്പ തുടങ്ങിയ ചെടികൾ കൂടെ അതിൽ ഉൾപ്പെടുത്തണം. ഇതിലെ വിന്യാസം എന്ന് ഉദ്ദേശിക്കുന്നത് സിരാവിന്യാസം അല്ല, അതാദ്യം ശ്രദ്ധിക്കണം. ഇലകളുടെ വിന്യാസമാണ് ചോദിച്ചിരിക്കുന്നത്, സിരകളുടെ വിന്യാസമല്ല. സിരാവിന്യാസമാണെങ്കിൽ ജാലിക സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവുമാണ് വരിക. അതല്ലാതെ ഇലകളുടെ അറേഞ്ച്മെന്റ്സ് നമ്മൾ വേറെ 3 തരം തിരിച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ഏകാന്തര വിന്യാസം നോക്കാം. അതായത് ചെമ്പരത്തി പോലെയുള്ള ചെടികളുടെ ഇലകൾ എങ്ങനെയാണ്? ചെമ്പരത്തിയും സൂര്യകാന്തിയും മാവും ഒക്കെ ഏകദേശം ഒരുപോലെയാണ് വരുന്നത്. പിന്നെ അഭിമുഖ വിന്യാസത്തിൽ തുളസി പോലെയുള്ള ചെടികളാണ് തുളസി, പേര, തുമ്പ തുടങ്ങിയവ. വൃത്തവിന്യാസം എന്ന് പറയുമ്പോൾ ആ തണ്ടിന് ചുറ്റിലായിട്ട് ആയിരിക്കും ഇലകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഏഴിലമ്പാലയുടെ ആ കോളത്തിൽ വരുന്നത് കോളാമ്പിയും അരളിയുമാണ്. അപ്പം നിങ്ങളിനി വിന്യാസത്തിൻ്റെ പേര് എഴുതിയില്ലെങ്കിലും ഈ സസ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരേ കോളത്തിൽ വരുന്നത് എന്ന് എഴുതി കൊടുത്താലും മതി. ഇതിലെ ചോദ്യം ബി. സസ്യങ്ങളുടെ ഇലകൾ വ്യത്യസ്തമായ രീതിയിൽ ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? ഉത്തരം ന്യായീകരിക്കുക. ഉണ്ട്. സസ്യങ്ങളിലെ എല്ലാ ഇലകൾക്കും തുല്യമായ രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാണ് ഇലകൾ ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിലെ ഇലകൾ താഴെയുള്ള ഇലകളെ പൂർണ്ണമായി മറയ്ക്കാത്ത വിധത്തിലുള്ള ഈ ക്രമീകരണം പ്രകാശ സംശ്ലേഷണം കാര്യക്ഷമമായി നടക്കാൻ സഹായിക്കുന്നു. ചോദ്യം സി. ഞാനാണ് സസ്യങ്ങളെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്. എനിക്ക് പച്ച നിറമാണ്. സസ്യങ്ങൾ പച്ച നിറമുണ്ടാകാൻ കാരണം എൻ്റെ സാന്നിധ്യമാണ്. എൻ്റെ പേര് പറയാമോ? ആന്തോസയാനിൻ, സാന്തോഫിൽ, ഹരിതകം, കരോട്ടിൻ. ഏതാണ് മക്കളെ? ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണകം ഹരിതകമാണ്. പ്രവർത്തനം 2. പയർ, ചോളം എന്നിവയുടെ ബീജപത്രമാണ് തന്നിരിക്കുന്നത്. ഈ സസ്യങ്ങളുടെ സവിശേഷതകളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ചോദ്യം എ. പട്ടിക പൂർത്തിയാക്കുക. സസ്യം, അതിൻ്റെ സിരാവിന്യാസവും വേരുപടലവും എങ്ങനെയാണെന്നുള്ള പട്ടികയാണ് തന്നിരിക്കുന്നത്. നമുക്ക് സസ്യവും അതുപോലെ അതിൻ്റെ സിരാവിന്യാസം ഏത്, വേരുപടലം ഏത് എന്നുള്ള പട്ടികയാണ് തന്നിരിക്കുന്നത്. പയറാണ് ആദ്യത്തെ സസ്യം. പയറിന് ജാലിക സിരാവിന്യാസമാണ്, തായ്വേരുപടലമാണ്. രണ്ടാമത്തെ സസ്യം ചോളമാണ്. ചോളത്തിന് സമാന്തര സിരാവിന്യാസമാണ്, നാരുവേരുപടലമാണ്. ഇതിലെ ചോദ്യം ബി. ചോളത്തിൽ കാണപ്പെടുന്ന ബീജാന്നത്തിൻ്റെ ധർമ്മം എന്ത്? വിത്ത് മുളയ്ക്കുന്ന ഘട്ടത്തിൽ വളരുന്ന ഭ്രൂണത്തിന് ആവശ്യമായ ആഹാരം സംഭരിച്ചു വെക്കുക എന്നതാണ് ബീജാന്നത്തിൻ്റെ പ്രധാന ധർമ്മം. ചോദ്യം സി. പയർവിത്തിലെ ബീജപത്രത്തിൻ്റെ എണ്ണത്തിന് സമാനമായ എണ്ണം ബീജപത്രമുള്ള ഒരു സസ്യത്തിൻ്റെ പേര് എഴുതുക. പയറൊരു ദ്വിബീജ സസ്യമാണല്ലേ. പയറൊരു ദ്വിബീജ സസ്യപത്രമാണ്. ഇതിന് സമാനമായ മറ്റ് സസ്യങ്ങളാണ് മാവ്, പ്ലാവ്, കടല തുടങ്ങിയവയൊക്കെ. ചോദ്യം ഡി. ചോളം ഇലയിൽ കാണപ്പെടുന്നത് സമാന്തര സിരാവിന്യാസമാണ്. കൂട്ടത്തിൽ നിന്ന് സമാന്തര സിരാവിന്യാസം ഇല്ലാത്ത സസ്യത്തെ കണ്ടെത്തുക. എ. കരിമ്പ്, ബി. നെല്ല്, സി. കടല, ഡി. ഗോതമ്പ്. ഇതിൽ കടലയ്ക്കാണ് സമാന്തര സിരാവിന്യാസം ഇല്ലാത്തത്. അത് മാത്രം എന്താണ്? ജാലിക സിരാവിന്യാസമാണ് കേട്ടോ. ബാക്കിയെല്ലാം സമാന്തര സിരാവിന്യാസമാണ്. പ്രവർത്തനം 3. വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യ നിരവധി കൃത്രിമോപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇൻസാറ്റ്, എജ്യൂസാറ്റ് എന്നിവ അവയിൽ ചിലതാണ്. ചോദ്യം എ. ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹങ്ങളുടെ പ്രധാന ഉപയോഗങ്ങൾ കണ്ടെത്തി ആശയഭൂപടം തയ്യാറാക്കുക. വാർത്താവിനിമയം, വിദ്യാഭ്യാസം, കാലാവസ്ഥ നിരീക്ഷണം, നിർമ്മാണം, പ്രകൃതി വിഭവ പര്യവേഷണം, ഗതാഗത നിയന്ത്രണം തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് കൃത്രിമോപഗ്രഹങ്ങളുടെ പ്രധാന ഉപയോഗമായിട്ട് എഴുതാം. വാർത്താവിനിമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണ്, ഇൻ്റർനെറ്റ്, ടെലിവിഷൻ, റേഡിയോ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളുടെ ഉപയോഗത്തിനാണ്. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദൂര വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണം എങ്ങനെയാണ് അതിൽ വരുന്നത്? മഴയും ചുഴലിക്കാറ്റും പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താനായിട്ട്, മുൻകൂട്ടി പ്രവചിക്കാനായിട്ടൊക്കെ സാധിക്കും. പിന്നെയുള്ളത് ഭൂപട നിർമ്മാണമാണ്. ഭൂപട നിർമ്മാണമാകുമ്പോൾ എന്താണ്? നമ്മളുടെ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ചിത്രം നോക്കിയിട്ട് കറക്റ്റായിട്ട് ചിത്രം കിട്ടുകയും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ പ്രകൃതി വിഭവ പര്യവേഷണം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്?
പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ കിട്ടും അല്ലെ, എവിടേക്കാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ കിട്ടും. ഗതാഗത നിയന്ത്രണം എങ്ങനെയാണ്? പല വഴികളും നമുക്ക് പോവാൻ അനുയോജ്യമായതാണോ? GPS പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, വഴി കാട്ടാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ, ഇതൊക്കെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. ചോദ്യം ബി, GPS സമാനമായ ഇന്ത്യൻ സംവിധാനത്തിന്റെ പേരെഴുതുക. നാവിക് എന്നാണ് പേര്. ഇതിന്റെ സാങ്കേതിക പേരെന്ന് പറയുന്നത് IRNSS ആണ്. ഏതെഴുതിയാലും മാർക്ക് കിട്ടും. ചോദ്യം സി, സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനെ വലം വയ്ക്കുന്ന ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൽഫ സെന്റോറി എ എന്ന ആകാശഗോളങ്ങളാണല്ലോ. ഇവയുടെ വലിപ്പം കൂടി വരുന്ന ക്രമം താഴെ തന്നിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുക്കുക. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ, ആൽഫ സെന്റോറി എ. പിന്നെ സൂര്യൻ, ആൽഫ സെന്റോറി എ, ചന്ദ്രൻ, ഭൂമി. ചന്ദ്രൻ, ഭൂമി, സൂര്യൻ, ആൽഫ സെന്റോറി എ. ആൽഫ സെന്റോറി എ, സൂര്യൻ, ഭൂമി, ചന്ദ്രൻ. അപ്പോൾ വലിപ്പം കൂടി വരുന്ന ക്രമത്തിലാണ്, അതായത് ഏറ്റവും ആദ്യം ഉണ്ടാവുക വലിപ്പം കുറഞ്ഞതാണല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ സൂര്യനെക്കാട്ടിലും വലിപ്പം കുറവാണെന്ത്? ഭൂമിക്ക്. സൂര്യനിലെ സൗരയൂഥത്തിലെ ഗ്രഹമായ ഭൂമിക്ക്. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന് ഭൂമിയെക്കാട്ടിലും വലിപ്പം കുറവാണ്. പിന്നെ ആൽഫ സെന്റോറി എന്ന് പറയുന്നത് എന്താണ്? സൂര്യനെക്കാട്ടിലും വലുപ്പമുള്ള മറ്റൊരു നക്ഷത്രമാണ്. അപ്പോൾ ഏറ്റവും വലുത് ആൽഫ സെന്റോറി എ ആണ്, പിന്നെ സൂര്യനാണ്, പിന്നെ ഭൂമിയാണ്, പിന്നെ ചന്ദ്രനാണ്. അതായത് ഏറ്റവും ചെറുത് ചന്ദ്രനാണ്, ചന്ദ്രനെക്കാട്ടിലും വലുത് ഭൂമിയാണ്, ഭൂമിയെക്കാട്ടിലും വലുത് സൂര്യനെക്കാട്ടിലും വലുത് ആൽഫ സെന്റോറി എ. അപ്പോൾ ഇതിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. പ്രവർത്തനം 4, വീടുകളിൽ പാചകം ചെയ്യുന്നതിനായി വിവിധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ചോദ്യം എ, മുകളിൽ തന്നിട്ടുള്ളത് ഏത് തരം അടുപ്പുകളാണ്? നമുക്ക് 3 തരത്തിലുള്ള അടുപ്പുകൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് വിറകടുപ്പ്, രണ്ടാമത്തേത് ഗ്യാസ് സ്റ്റൗവ്, മൂന്നാമത്തേത് മണ്ണെണ്ണ അടുപ്പ് അല്ലെങ്കിൽ മണ്ണെണ്ണ സ്റ്റൗവ് എന്ന് എഴുതിയാലും മതിയേ. ചോദ്യം ബി, വിറകടുപ്പിൽ വിറക് നന്നായി കത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഉണങ്ങിയ വിറക് ഉപയോഗിക്കുക, വായു സഞ്ചാരം ഉറപ്പാക്കുക, വിറക് അടുക്കി വയ്ക്കുക, ചെറിയ കഷ്ണങ്ങളാക്കുക. ചോദ്യം സി, കത്തുന്നതിന് വായു ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യുക. ലക്ഷ്യം, കത്തുന്നതിന് വായു അഥവാ ഓക്സിജൻ ആവശ്യമാണെന്ന് തെളിയിക്കുക. ആവശ്യമായ സാധനങ്ങൾ: മെഴുകുതിരി, ഗ്ലാസ് ജാർ അല്ലെങ്കിൽ സുതാര്യമായ ഒരു ഗ്ലാസ് തീപ്പെട്ടി. ചെയ്യുന്ന രീതി: ഒരു മെഴുകുതിരി കത്തിച്ച് മേശപ്പുറത്ത് ഉറപ്പിച്ച് നിർത്തുക. അല്പനേരം അത് നന്നായി കത്തുന്നത് നിരീക്ഷിക്കുക. ഇനി ഒരു ഗ്ലാസ് ജാർ എടുത്ത് കത്തുന്ന മെഴുകുതിരിക്ക് മുകളിലായി വായു കടക്കാത്ത രീതിയിൽ കമഴ്ത്തി വയ്ക്കുക. നിരീക്ഷണം: കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മെഴുകുതിരി നാളം ചെറുതാവുകയും പിന്നീട് അത് അണഞ്ഞു പോവുകയും ചെയ്യുന്നു. നിഗമനം: ഗ്ലാസിനുള്ളിലെ വായു അഥവാ ഓക്സിജൻ തീർന്നു പോയതിനാലാണ് മെഴുകുതിരി അണഞ്ഞത്. ഇതിൽ നിന്നും വസ്തുക്കൾ കത്തുന്നതിന് വായു അത്യാവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രവർത്തനം 5, ലോക വൈറ്റ് കെയിൻ ദിനത്തോടനുബന്ധിച്ച് ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ചോദ്യം എ, കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി സെമിനാറിലേക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം നമുക്കൊന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് എഴുതി പരിചയമല്ലാത്ത തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഈ വന്നിട്ടുള്ളത്. നല്ലതുപോലെ ആൻസർ ശ്രദ്ധിക്കണേ. വിഷയം: കാഴ്ചയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താം. കാഴ്ചപരിമിതിയുള്ള സുഹൃത്തുക്കളെ സ്വതന്ത്രമായി സഞ്ചരിക്കാനും പഠിക്കാനും സഹായിക്കുന്ന ഒട്ടേറെ ആധുനിക സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ താഴെ പറയുന്നവയാണ്. വൈറ്റ് കെയിൻ: കാഴ്ച പരിമിതിയുള്ളവരുടെ ഏറ്റവും വലിയ സഹായിയാണ് വെളുത്ത വടി. തടസ്സങ്ങൾ തിരിച്ചറിയാനും സുരക്ഷിതമായി നടക്കാനും ഇത് അവരെ സഹായിക്കുന്നു. വെളുത്ത വടി പറഞ്ഞു, വൈറ്റ് കെയിൻ കേട്ടോ. അപ്പം നമ്മൾ അതിന് വെളുത്ത വടി എന്നും പറയാറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ബ്രെയിൻ ലിപി: വിരൽത്തുമ്പുകൾ ഉപയോഗിച്ച് തൊട്ടു വായിക്കാൻ സഹായിക്കുന്ന ലിപി. ഇതവർക്ക് അറിവിൻ്റെ പുതിയ ലോകം തുറന്നു കൊടുക്കുന്നു. ടോക്കിംഗ് ബുക്സ്: പുസ്തകങ്ങൾ കേട്ടു പഠിക്കാൻ സഹായിക്കുന്ന ഓഡിയോ സംവിധാനങ്ങളാണിത്. സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറുകൾ: കമ്പ്യൂട്ടറിലും മൊബൈലിലുമുള്ള കാര്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്ന NVDA, ടോക്ക് ബാക്ക് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ. സെൻസർ ഘടിപ്പിച്ച ഉപകരണങ്ങൾ: തടസ്സങ്ങൾ വരുമ്പോൾ ശബ്ദത്തിലൂടെയോ വൈബ്രേഷനിലൂടെയോ മുന്നറിയിപ്പ് നൽകുന്ന സ്മാർട്ട് കണ്ണടകളും ചെരുപ്പുകളും. നമുക്കിവരെ ചേർത്തു നിർത്താം, അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ സെമിനാർ റിപ്പോർട്ട് ഇങ്ങനെയാണ് ഏകദേശം തയ്യാറാക്കേണ്ടത്. സെമിനാർ റിപ്പോർട്ടല്ല, സെമിനാർ കുറിപ്പ്. ഓക്കെ. ഇതിലെ ചോദ്യം ബി, കാഴ്ച പരിമിതിയുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരെന്ത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രെയിൻ ലിപിയാണ്. ചോദ്യം സി, നേത്രദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാലയത്തിൽ നടത്തുന്ന പോസ്റ്റർ രചനാ മത്സരത്തിലേക്കായി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. നേത്രദാനം പ്രോത്സാഹിപ്പിക്കാം. നിങ്ങളുടെ കണ്ണുകളിലൂടെ മറ്റൊരാൾ ലോകം കാണട്ടെ. മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്യുക. 2 പേർക്ക് കാഴ്ച നൽകാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ സന്നദ്ധത അറിയിക്കൂ, ഒരു ജീവിതത്തിന് വെളിച്ചമാക്കൂ.
നേത്രദാനം, മഹാദാനം, ശാസ്ത്ര ക്ലബ്ബ്, സ്കൂൾ യൂണിറ്റ്. അപ്പോൾ ഇതിന് അനുയോജ്യമായിട്ടുള്ള എന്ത് ചെയ്യുക, ചിത്രങ്ങളൊക്കെ എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. പ്രവർത്തനം 6. ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഇവയെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. ചോദ്യം എ. ചിത്രശലഭങ്ങളെ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ഏത്? ചിറക്, സ്പർശനികൾ, കാല്, ത്വക്ക്. കാലാണ് ഉത്തരം. ചോദ്യം ബി. ഈ സുന്ദരമായ ഭൂമിയിലെ ദൃശ്യങ്ങൾ കാണാൻ നമ്മെ സഹായിക്കുന്ന അവയവമാണ് കണ്ണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തെല്ലാമാണ്? മങ്ങുന്ന വെളിച്ചത്തിലോ അമിതമായ വെളിച്ചത്തിലോ വായിക്കാതിരിക്കുക, മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ കണ്ണുകൾക്ക് വിശ്രമം നൽകുക, ശുദ്ധജലം ഉപയോഗിച്ച് ദിവസവും കണ്ണുകൾ കഴുകുക, വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് ക്യാരറ്റ്, ഇലക്കറികൾ, പപ്പായ മുതലായവ ധാരാളമായി കഴിക്കുക, കണ്ണിൽ അഴുക്കോ മറ്റോ വീണാൽ കൈകൊണ്ട് അമർത്തി തിരുമ്മാതിരിക്കുക. ഇതിലെ ചോദ്യം സി. കേൾക്കാൻ നമ്മെ സഹായിക്കുന്ന ഇന്ദ്രിയമായ ചെവിക്ക് പല കാരണങ്ങൾ കൊണ്ട് കേൾവി കുറവുണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത്? ശ്രവണ സഹായി അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് എന്നെഴുതിയാലും മതി. ചോദ്യം ഡി. ചവച്ചരയ്ക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ സ്വാദ് കൂടുതൽ ആസ്വാദകരമാകുന്നു എന്ന് നമുക്കറിയാം. നാവിന്റെ ഉപരിതലത്തിൽ സ്വാദ് അറിയാൻ സഹായിക്കുന്ന സവിശേഷ ഭാഗം ഏത്? സ്വാദ് മുകുളങ്ങളാണ്. പ്രവർത്തനം 7. ജന്തുലോകത്ത് കാണപ്പെടുന്ന വൈവിധ്യമുള്ള ജീവികളാണ് പ്രാണികൾ. വിവിധ തരം പ്രാണികളുടെ ലാർവകളാണ് ചിലയിനം പുഴുക്കൾ. ചോദ്യം എ. ക്ലാസ്സിൽ മനു പ്രാണികളും അവയുടെ ലാർവകളും ഉൾപ്പെട്ടിട്ടുള്ള പട്ടിക തയ്യാറാക്കുകയാണ്. ഇത് പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ക്രമീകരിക്കുവാൻ മനുവിനെ സഹായിക്കാമോ? അപ്പോൾ നമുക്കിവിടെ പ്രാണികൾ, ലാർവ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. ശലഭം, ഗ്രബ്സ്, കൊതുക്, കാറ്റർപില്ലർ, ചെല്ലി, കുഴിയാന, തുമ്പിയുടെ ലാർവ, റിഗ്ലർ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇതിൽ തെറ്റുകളുണ്ട് അല്ലേ? അപ്പം നമുക്കിതിനെ ശരിയാക്കി എങ്ങനെ എഴുതാം? ശലഭത്തിന്റെ അഥവാ പൂമ്പാറ്റയുടെ ലാർവ കാറ്റർപില്ലറാണ്. കൊതുകിന്റെ ലാർവ റിഗ്ലറാണ്. ചെല്ലിയുടെ ലാർവ ഗ്രബ്സ് ആണ്. തുമ്പിയുടെ ലാർവ കുഴിയാനയാണ് കേട്ടോ. നയാഡ് അല്ലെങ്കിൽ കുഴിയാനയാണ്. ചോദ്യം ബി. പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങളുടെ ചിത്രീകരണം ശ്രദ്ധിക്കൂ. 1. പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരെന്ത്? നിംഫ് എന്നാണ് പറയുന്നത്. 2. പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങൾ വിശദീകരിക്കുക. ആദ്യ ഘട്ടം മുട്ടയാണ്. പെൺപാറ്റകൾ ഒത്തീക്ക എന്നറിയപ്പെടുന്ന ഒരു കവചത്തിനുള്ളിലാണ് മുട്ടകളിടുന്നത്. രണ്ടാമത്തെ ഘട്ടം നിംഫാണ്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളാണ് നിംഫുകൾ. ഇവ പലതവണ പടം പൊഴിച്ചാണ് വലുതാകുന്നത്. ഓരോ തവണ പടം പൊഴിക്കുമ്പോഴും അവ മുതിർന്ന പാറ്റയുടെ രൂപത്തോട് കൂടുതൽ അടുക്കുന്നു. മൂന്നാമത്തെ ഘട്ടമാണ് പാറ്റ. അവസാന ഘട്ടത്തിൽ നിംഫുകൾ പൂർണ്ണ വളർച്ചയെത്തിയ ചിറകുകളുള്ള പാറ്റകളായി മാറുന്നു. അപ്പം ഇത്രയാണ് പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങൾ വരുന്നത്. ചോദ്യം സി. പുഴുക്കൾ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാം? ഒരുപാട് ജീവികൾക്ക് ഭക്ഷണമാവുന്നു. പുഴുക്കളിൽ നിന്ന് വളരുന്ന തേനീച്ച, പൂമ്പാറ്റ തുടങ്ങിയ പ്രാണികൾ പരാഗണത്തിന് സഹായിക്കുന്നു. ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും ഭക്ഷിച്ചുകൊണ്ട് ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നു. മണ്ണിര പോലുള്ള പുഴുക്കൾ മണ്ണിലെ ജൈവാംശം നിലനിർത്തുന്നു. വിവിധ വിദേശ രാജ്യങ്ങളിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. പട്ടുനൂൽ പുഴു വസ്ത്രനിർമ്മാണത്തിന് സഹായിക്കുന്നു. അപ്പം ഇതൊക്കെ നമുക്ക് പുഴുക്കളെ കൊണ്ടുള്ള ഉപകാരങ്ങളായി എഴുതാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ചോദ്യപേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. കൂടുതൽ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്